ഹായ്, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെപ്റ്റംബർ 24 എക്സാമിൻ്റെ ടാക്സേഷൻ്റെ RTP ആണ്. അതിലെ കേസ് സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻ, MCQ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് സ്ക്രീനിൽ കാണുന്നതാണ് നമ്മുടെ RTP പേപ്പർ 3 ടാക്സേഷൻ്റെത്. സോ ഫസ്റ്റ് നിങ്ങൾ RTP ബേസ്ഡ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും മോക്ക് ചെയ്യുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഏത് ബേസ് ചെയ്തിട്ടുള്ളതാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ബേസിസ് എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, ഇത് ഫൈനാൻസ് ആക്ട് 2023, ഇതാണ് നമ്മുടെ എക്സാമിന് അവൈലബിൾ ആയിട്ടുള്ള ഫൈനാൻസ് ആക്ട്. അതുപോലെ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് 2024-25 ആണ് അല്ലേ. അസസ്മെൻറ്റ് ഇയർ 2024-25 ആണ്. നമ്മുടെ അടുത്തുള്ള ബുക്സ്, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ എക്സാമിന് ഇറക്കിയ ബുക്ക് എന്ന് പറയുന്നത് June 23 എഡിഷൻ്റെ ബുക്കാണ്. അപ്പോൾ അത് നോക്കി നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അത് മാത്രം പഠിച്ചിട്ട് നമുക്ക് എക്സാം എഴുതാൻ പറ്റുമോ? ഇല്ല. നമുക്ക് 29th Feb 2024 വരെയുള്ള, ഏത് വരെയുള്ളതാണ്? 29th Feb 2024 വരെയുള്ള നോട്ടിഫിക്കേഷൻ, സർക്കുലർ എല്ലാം ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു ലിങ്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയിരിക്കുന്ന ഒരു അമെൻമെൻറ്റ് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻ ഉണ്ട്. അതും കൂടെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? RTP അല്ലെങ്കിൽ ഇനിയുള്ള ക്വസ്റ്റ്യൻസുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ട് മാത്രം നമുക്ക് സെപ്റ്റംബർ 24 എക്സാം അറ്റൻഡ് ചെയ്താൽ അത് പണിയാവും. ഈ ഒരു കാര്യം കൂടെ നമ്മൾ നോക്കണം. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ ബേസിസ് ആയിട്ട് എടുക്കേണ്ടത് സ്റ്റഡി മെറ്റീരിയൽ ആണോ അതോ അമെൻഡഡ് സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ്സ് എന്നുള്ള നോട്ടാണോ എന്നുള്ളതായിരിക്കണം നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. ഇനി ഇത്തവണത്തെ RTPയെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞത് കേസ് സിനാരിയോ 1നെ കുറിച്ചാണ്. ഈ കേസ് സിനാരിയോ 1ൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ നിങ്ങളോട് പറയുന്ന ആദ്യ വീഡിയോ കാണാനല്ല, ആദ്യം എന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് തെറ്റുന്നുണ്ടോ നോക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഫസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് തെറ്റിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ലെവലിൽ നിന്നാണ് നമ്മളുടെ അടുത്ത് എക്സ്പെക്ട് ചെയ്യണത് എന്നുള്ളത് നമുക്ക് ഈ ഒരു RTP ക്വസ്റ്റ്യൻസ് ചെയ്താൽ തന്നെ മനസ്സിലാവും. പിന്നെ RTP ക്വസ്റ്റ്യൻസിൻ്റെ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം RTPയിൽ ഫൈനൽ ആൻസർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫൈനൽ ആൻസറിലോട്ട് എങ്ങനെയാണ് വരുന്നത് എന്നും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഈ വീഡിയോ കാണരുത്. നിങ്ങൾ സ്വന്തമായിട്ട് ഈ RTPയിലെ ഈ കേസ് സിനാരിയോസ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് വേണം നിങ്ങൾക്ക് ഓപ്ഷൻസ് കറക്റ്റായി കിട്ടുന്നുണ്ടോ, കിട്ടുന്നില്ലെങ്കിൽ അത് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണേണ്ടത്. ഓക്കെ, സോ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ആദ്യം നോക്കുക, നമുക്ക് ആപ്ലിക്കബിൾ ആകുന്ന ഫൈനാൻസ് ആക്ട് 2023 ആണ്. അസസ്മെൻറ്റ് 2024-25 ആണ്. June 23 എഡിഷൻ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബുക്സ്. അതിൻ്റെ കൂടെ സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ്സ് എന്നുള്ള ഈ ഒരു ലിങ്കും കൂടെ നിങ്ങൾ നോക്കണം. അതിലുള്ള കാര്യങ്ങളും കൂടെ ഈ എക്സാമിന് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, സോ നമുക്ക് കേസ് സിനാരിയോ 1 നോക്കാം. കേസ് സിനാരിയോ 1 ഒന്ന് വായിച്ച് നോക്കുക. അതിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. സോ കേസ് സിനാരിയോ 1 ബേസ് ചെയ്തിട്ട് 1, 2, 3, 4, 5 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻസിൻ്റെ റിക്വയർമെൻറ്റ് നോക്കിയിട്ട് വേണം നമ്മൾ ഏതൊക്കെ പ്രൊവിഷൻ അറിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കേണ്ടത്. അപ്പോൾ അതാണ് ഞാൻ ആദ്യം നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് മിസ്റ്റർ പ്രവീൺ എലിജിബിൾ ടു ഡിക്ലെയർ ഇൻകം ഓൺ പ്രിസംപ്റ്റീവ് ബേസിസ് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് 1961 എന്നാണ് ചോദിച്ചത്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? പ്രിസംപ്റ്റീവ് ബേസിസ് ആണ്. പ്രിസംപ്റ്റീവ് ബേസിസ് എന്ന് പറയുമ്പോൾ സെക്ഷൻ 44 AD ആണ്. 44 AD എന്ന് പറയുന്നത് PGBP എന്നുള്ള ചാപ്റ്ററിലാണ്. അപ്പോൾ സെക്ഷൻ 44 AD അറിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കേണ്ടത് 44 AD. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വുഡ് ബി യുവർ ആൻസർ ടു MCQ 1 അസ്യൂമിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ആൻസറിംഗ് ദിസ് MCQ ആൻഡ് MCQ 3 അഡീഷണലി റിസീവ്ഡ് 10 lakh. അപ്പോൾ അവരും 44 AD തന്നെയാണ്. രണ്ടാമത്തതും അതേ പ്രൊവിഷൻ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ സെക്ഷൻ 44 AD ആണ് ഇവിടെയും നമുക്ക് അറിയേണ്ടത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3, ഈസ് മിസ്റ്റർ നവീൻ റിക്വയർഡ് ടു ഗെറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റഡ് എന്നുള്ളതാണ്. ഇത് ഏതാണ്? ഓഡിറ്റ് ഓഫ് ബുക്സ്, ടാക്സ് ഓഡിറ്റിന്റെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 44 AB ആണ്. സെക്ഷൻ 44 AB ആണ്. അപ്പോൾ ആ സെക്ഷൻ അറിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുക. അടുത്തത് ടാക്സ് കമ്പ്യൂട്ടേഷൻ ആണ്. അപ്പോൾ അത് നമുക്ക് PGBP ഏകദേശം ഒന്ന് അറിയണം, പക്ഷേ ഇതിലേതൊക്കെയാണ് ഏരിയ എന്നുള്ളത് നമുക്ക് നോക്കാം. ദെൻ 44 AD ഗെറ്റ്സ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവൻ്റെ പ്രോഫിറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നോർമൽ പ്രൊവിഷൻ വെച്ചിട്ട് എത്രയാണ് PGBP ഇൻകം നോക്കണം. ഇവിടെ 44 AD പ്രൊവിഷൻ വെച്ചിട്ട് എത്രയാണ് നോക്കണം. സോ ഇൻ ഷോർട്ട് നമുക്കിവിടെ പ്രധാനമായിട്ട് പഠിക്കാനുള്ള 2 സെക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു 5 കേസ് സിനാരിയോ നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അറിയേണ്ട സെക്ഷൻ 44 ADയും 44 ABയും ആണ്. ഈ 2 സെക്ഷനിലും നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതിന് സ്റ്റഡി മെറ്റീരിയൽ ഇനഫ് ആണോ എന്നുള്ളതാണ്.
അല്ലെ, 44AD 44AB ഈ രണ്ട് സെക്ഷനും നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ്സിൽ എന്തെങ്കിലും കവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. ഇല്ല, ഈ രണ്ട് സെക്ഷനും നമുക്ക് എവിടോട്ട് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ ബേസ് ചെയ്തിട്ട് തന്നെ പോകാൻ പറ്റുന്നത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത്, കാരണം സ്റ്റഡി മെറ്റീരിയലിൽ വെച്ചിട്ട് എല്ലാ പ്രൊവിഷനും പോകാൻ പറ്റില്ല, ദർ ആർ സം അമെൻമെന്റ്. അതാണ് സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ്സിൽ കിടക്കുന്നത്. ആ സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റാറ്റ്യൂട്ടറി അപ്ഡേറ്റ്സിന് പ്രകാരമുള്ള അമെൻമെന്റിലോട്ട് പോകേണ്ട ആവശ്യം ഇവിടെ ഉണ്ടോ? ഇല്ല. കാരണം എന്താണ്, 44ADയും 44ABയും നമ്മുടെ ടെക്സ്റ്റ് ബേസ് തന്നെ നമുക്ക് വായിക്കാം. കാരണം അമെൻമെന്റിൽ PGBPയിൽ ആ ഒരു സെക്ഷൻ, ആ ഒരു 44ADയിലോ 44ABയിലോ അമെൻമെന്റ് പറഞ്ഞിട്ടില്ല. അത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ക്വസ്റ്റ്യനിലോട്ട് കിടക്കുവാണ്. So question number 1, is Mr. Naveen eligible to declare income on presumptive basis under the provisions of the Income Tax Act 1961 for assessment year 24-25? So അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 44ADയുടെ ന്യൂ പ്രൊവിഷൻസും കാര്യങ്ങളും എല്ലാം അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. സോ 44AD നമുക്ക് എന്ത് ബേസ് ചെയ്ത് പോകാം? സ്റ്റഡി മെറ്റീരിയൽ വെച്ച് പോകാം. കാരണം സ്റ്റഡി മെറ്റീരിയൽ കഴിഞ്ഞിട്ട് അവിടെ ഒരു അപ്ഡേഷൻ വന്നിട്ടില്ല. കറക്റ്റ് അല്ലേ? 44AD സ്റ്റഡി മെറ്റീരിയൽ കഴിഞ്ഞിട്ട് അവിടെ ഒരു അപ്ഡേഷൻ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 44ADയിലോട്ട് പോവാം. സെക്ഷൻ 44AD ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇനി ഓഡിറ്റ് ചെയ്യണോ എന്നുള്ളതാണ് ചോദ്യം. ഓഡിറ്റ് ചെയ്തിടണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൽ എത്രയാണ് ടേൺ ഓവർ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലേ, നമുക്കറിയാം 44AD ഒപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ലിമിറ്റ് എത്രയാണ്? ഫസ്റ്റത്തെ ലിമിറ്റ് എത്രയാടാ? 200 lakh ആണ് അല്ലേ? 2 കോടിയാണ്. 2 കോടിക്ക് കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ബട്ട് ഒരു അമെൻഡഡ് സെക്ഷൻ ഉണ്ട്. എന്താണ്? നമുക്ക് 300 lakhs വരെ പോവാം, പ്രൊവൈഡഡ് സർട്ടൻ കണ്ടീഷൻ ടു ബി സാറ്റിസ്ഫൈഡ്. അല്ലേ, 200 lakhs ആണെന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ കണ്ടീഷൻ, നമുക്ക് എന്ത് ചെയ്യാം? 6% അല്ലെങ്കിൽ 8% ഓഫർ ചെയ്യാം. പക്ഷെ 300 lakh ആണെങ്കിൽ ഒരു അഡീഷണൽ കണ്ടീഷനും കൂടെ ഉണ്ട്. ആ അഡീഷണൽ കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്താലേ പോകാൻ പറ്റുള്ളൂ. സോ ഇവിടെ ആദ്യം നോക്കേണ്ടത് നമുക്ക് ടേൺ ഓവർ അല്ലെങ്കിൽ ഗ്രോസ് റെസിപ്റ്റ് ആണ്. ഇവിടെ എത്രയാണ്? 2.8 crore. അപ്പോൾ ഇത് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. ഈ 200 lakh എന്നുള്ള ഈ ഒരു പ്രൊവിഷൻ നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഏതിലോട്ടാ പോവാ? 300 lakhന് താഴെയാണോ എന്നുള്ളതാണ് നോക്കുക. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് നമുക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ എന്താ? അതിൻ്റെ കണ്ടീഷൻ നമുക്കപ്പോൾ ഏത് ഭാഗമാണ് നമ്മൾ എടുക്കേണ്ടത്? അല്ലേ, സെക്ഷൻ 44AD ഇവിടെയല്ല, എലിജിബിൾ ബിസിനസ്. അല്ലേ, ഈ ഒരു പോർഷൻ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? 200 lakhs അല്ല, 200 lakhsന് മേലെ പോയിട്ടുണ്ട്. ഇനി ഈ ഒരു പ്രൊവിഷൻ ആണ് നമ്മൾ നോക്കേണ്ടത്. എന്താ പറഞ്ഞത്? ആ പ്രൊവിഷൻ പ്രകാരം എന്താ പറഞ്ഞത്? ടേൺ ഓവർ ഗ്രോസ് റെസിപ്റ്റ് അപ് ടു 300 lakhs ആണ്. എങ്ങനെയാണെങ്കിൽ ഇഫ് അഗ്രിഗേറ്റ് ക്യാഷ് റെസിപ്റ്റ്സ് ഇൻ ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ 5% of total turnover. അഗ്രിഗേറ്റ് ക്യാഷ് റെസിപ്റ്റ് 5% കൂടാൻ പാടില്ല. ടോട്ടൽ ടേൺ ഓവറിന്റെ 5% എന്ത് കൂടാൻ പാടില്ല? അഗ്രിഗേറ്റ് ക്യാഷ് റെസിപ്റ്റ് കൂടാൻ പാടില്ല എന്നുള്ളതാണ് പ്രൊവിഷൻ. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 3 crore വരെ 44AD എടുക്കാൻ പറ്റുള്ളൂ. കറക്റ്റ് അല്ലേ? 3 crore വരെ 44AD എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ അതിനാവശ്യമുള്ള സാധനങ്ങൾ നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഫസ്റ്റ് ടേൺ ഓവർ എത്രയാണ്? 2.8 crores അല്ലെ, 280 lakhs അല്ലെങ്കിൽ 2.8 crore. ആദ്യം നോക്കേണ്ടത് എന്താ? അതിന്റെ 5% കൂടുതൽ എന്ത് വരാൻ പാടില്ല? ക്യാഷ് റെസിപ്റ്റ് വരാൻ പാടില്ല. അപ്പൊ എങ്ങനെയാ? 2.8 ഇൻറ്റു 5% എത്രയാണെന്ന് അറിഞ്ഞാൽ പോരെ? ഇൻറ്റു 5% എത്രയാണ്? 14 lakhs അല്ലേ? ഈ 14 lakhsൽ കൂടിയാൽ നമുക്ക് എടുക്കാൻ പറ്റുമോ? നമുക്ക് എടുക്കാൻ പറ്റില്ല. 14 lakhsൽ കൂടിയാൽ നമുക്ക് എന്തെടുക്കാൻ പറ്റില്ല? നമുക്ക് 44AD എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ ക്യാഷ് റെസിപ്റ്റ് നോക്കുന്നു. ക്യാഷ് റെസിപ്റ്റ് നോക്കുന്നു. ഇവിടെ ക്യാപിറ്റൽ റെസിപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ടോ? ഇല്ല. ക്യാപിറ്റൽ റെസിപ്റ്റ് കൺസിഡർ ചെയ്യേണ്ടതില്ല. ക്യാപിറ്റൽ റെസിപ്റ്റ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ ഈ ക്യാപിറ്റൽ റെസിപ്റ്റും ഈ രണ്ടും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതില്ല, കൺഫ്യൂഷൻ ആക്കാൻ കൊടുത്തതാണ്. അപ്പോൾ ഇതെടുക്കണ്ട, ഇതും എടുക്കണ്ട. പിന്നെ ഉള്ള എന്താ? എമൗണ്ട് റിസീവ്ഡ് ഇൻ ക്യാഷ് എത്രയുണ്ട്? 8 lakhs ഉണ്ട്. എത്രയുണ്ട്? 8 lakhs. എമൗണ്ട് റിസീവ്ഡ് ഇൻ ക്യാഷ് എത്രയുണ്ട്? 8 lakhs ഉണ്ട്. ഇനി എമൗണ്ട് റിസീവ്ഡ് ത്രൂ അക്കൗണ്ട് പേ ചെക്ക് ആൻഡ് അതർ പ്രിസ്ക്രൈബ്ഡ് ഓൺ ഓർ ബിഫോർ ദ സ്പെസിഫൈഡ് ഡ്യൂ ഡേറ്റ് കൺസിഡർ ചെയ്യണോ? വേണ്ട. കൺസിഡർ ചെയ്യണോ? വേണ്ട. അപ്പോൾ നമുക്ക് ഇവിടെ എത്രയേ വന്നിട്ടുള്ളൂ? 8 lakhs അല്ലേ വന്നിട്ടുള്ളൂ? എത്രയേ വന്നിട്ടുള്ളൂ? 8 lakhs വന്നിട്ടുള്ളൂ. 8 lakhs 14 lakhsനേക്കാളും കുറവല്ലേ? ആണ്. അപ്പോൾ അവർ 5% താഴെയല്ലേ നമുക്ക് വന്ന റെസിപ്റ്റ് ഉള്ളൂ അല്ലേടാ? നമുക്ക് 5% വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഒന്നുമില്ലല്ലോ. വേറെ ഒന്നുമില്ല. അപ്പോൾ 5% അപ്പോൾ പ്രൊവിഷൻ അറിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. അവിടെയാണ് പ്രശ്നം. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? നോ സിൻസ് ടേൺ ഓവർ ഓഫ് മിസ്റ്റർ നവീൻ എക്സീഡ് ത്രെഷോൾഡ് ലിമിറ്റ് ഓഫ് 2 crore.
2 കോടിക്ക് മേലെ ആയതുകൊണ്ട് എടുക്കാൻ പറ്റൂല എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞത്. അങ്ങനെ ഇല്ല, 300 അല്ലേ 3 crores വരെ നമുക്ക് പറ്റും, പ്രൊവൈഡഡ് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഇത് കറക്റ്റ് അല്ലല്ലോ. 2, യെസ് സിൻസ് അഗ്രിഗേറ്റ് ക്യാഷ് റെസിപ്റ്റ് ഡ്യൂറിംഗ് ദ ഇയർ ഡു നോട്ട് എക്സീഡ് 5% ഓഫ് ടോട്ടൽ എമൗണ്ട് റിസീവ്ഡ്. ഇവിടെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ശരിക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ശ്രദ്ധിച്ചു നോക്കുക, എന്താണ് സിൻസ് അഗ്രിഗേറ്റ് ക്യാഷ് റെസിപ്റ്റ് ഡ്യൂറിംഗ് ദ ഇയർ ഡു നോട്ട് എക്സീഡ് 5% ഓഫ് ടോട്ടൽ എമൗണ്ട് റിസീവ്ഡ് എന്ന് അവിടെ പറഞ്ഞേ. അങ്ങനെയാണോ പ്രൊവിഷനിൽ പറയുന്നത്? അല്ല, പ്രൊവിഷനിൽ അങ്ങനെയല്ല പറയുന്നത്. എന്താണ് 5% ഓഫ് ദി ടോട്ടൽ ടേൺ ഓവർ എന്നാ, ടോട്ടൽ റെസിപ്റ്റ് അല്ല, ടോട്ടൽ ടേൺ ഓവർ എന്നാ പറയുന്നത്. അത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമല്ലേ അത് ചെയ്യുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ബി കറക്റ്റ് ആവോ? ഇല്ല. അപ്പൊ നമ്മൾ ചാടിയിട്ട് 5% എന്ന് കാണുമ്പോൾ ഓപ്ഷൻ ബി എടുത്താൽ ശരിയാവോ? ഇല്ല. സി എന്താ, യെസ് സിൻസ് എമൗണ്ട് റിസീവ്ഡ് ഇൻ ക്യാഷ് ഡ്യൂറിംഗ് ദ ഇയർ ഡു നോട്ട് എക്സീഡ് 5% ഓഫ് ടേൺ ഓവർ. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതല്ലേ കറക്റ്റ് ആൻസർ. കാരണം 5% ഓഫ് ടേൺ ഓവർ എന്നുള്ളതും 5% ഓഫ് എമൗണ്ട് റിസീവ്ഡ് എന്നുള്ളതും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ. എമൗണ്ട് റിസീവ്ഡ് എന്നുള്ളതും ടേൺ ഓവർ എന്നുള്ളതും വ്യത്യാസമുണ്ട്. ഏതാണ് നമ്മൾ എടുക്കേണ്ടത്? ടേൺ ഓവർ എന്നാണ്. കാരണം സെക്ഷനിൽ ക്ലിയർ ആയിട്ട് അങ്ങനെയാണ് പറയുന്നത്. സോ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. 5% ഓഫ് ടോട്ടൽ ടേൺ ഓവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ക്ലിയർ ആണോ? സോ ക്വസ്റ്റ്യൻ നമ്പർ 1 ഓക്കെ ആണോ? ക്യാഷ് പേയ്മെന്റിനെ കുറിച്ച് എവിടെയും പറയുന്നില്ല. ക്യാഷ് പേയ്മെന്റിനെ കുറിച്ച് 44 AD പറയുന്നില്ല. അപ്പോൾ വേറെ ഇത് വേണ്ട. 44 AD സംബന്ധിച്ചിടത്തോളം ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ്. ഓക്കെ ആണോ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2 പറയുന്നത് എന്താണ്? MCQ 1ന്റെ ആൻസർ എന്താവും? For the purpose of answering this MCQ and MCQ 3, Naveen has additionally received 10 lakh by way of crossed check during the previous year 23-24. So നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉള്ള ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ്? 280 lakhs ആണ് നമ്മുടെ ടേൺ ഓവർ അല്ലെ, 2.8 crore. അതിന്റെ 5% മാക്സിമം നമുക്ക് റെസിപ്റ്റ് പറ്റുന്നത്. എത്രയാണ്? 14 ലക്ഷം. ഇത്രയാണ് നമ്മൾ ചെയ്തു വെച്ചത്. അപ്പോൾ അതിൽ കഴിഞ്ഞ തവണ നമുക്ക് പറഞ്ഞത് എന്താ? 8 ലക്ഷമാണ് നമ്മുടെ റെസിപ്റ്റ്. സോ ടോട്ടൽ ടേൺ ഓവറിന്റെ 5% കൂടുതൽ ക്യാഷ് റെസിപ്റ്റ് ഉണ്ടെങ്കിലാണ് 44 AD എടുക്കാൻ പറ്റാത്തത്, അപ് ടു 300 lakhs അല്ലെ. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്പർ 1 അത് 5% താഴെയാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ 44 AD എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇവിടെ പറയുന്ന ചേഞ്ചസ് എന്താണ്? ഇവിടെ പറയുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ 2 പറയുന്നു, അഡീഷണലി ക്രോസ്ഡ് ചെക്ക് ആയിട്ട് ഈ ടേൺ ഓവറിൽ നിന്നും അഡീഷണലി 10 lakhs കൂടെ ക്രോസ്ഡ് ചെക്ക് ആയിട്ട് റിസീവ് ചെയ്തു. ക്രോസ്ഡ് ചെക്ക് ആയിട്ട് റിസീവ് ചെയ്താൽ അത് ഏത് ഇനത്തിൽ പെടുത്തണം എന്നുള്ളതാണ് നമ്മുടെ 44 AD പറയുന്നത്. ശ്രദ്ധിക്കുക അല്ലെ, എന്താ പറഞ്ഞത് കണ്ടോ? ഫോർ ദിസ് പർപ്പസ് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത്. ഫോർ ദിസ് പർപ്പസ് ദ റെസിപ്റ്റ് ഓഫ് എമൗണ്ട് ഓർ അഗ്രിഗേറ്റ് എമൗണ്ട് ബൈ എ ചെക്ക് ഡ്രോൺ ഓൺ എ ബാങ്ക് ഡ്രാഫ്റ്റ് വിച്ച് ഈസ് നോട്ട് അക്കൗണ്ട് പേയി ചെക്ക്. എന്താ പറഞ്ഞത്? വിച്ച് ഈസ് നോട്ട് അക്കൗണ്ട് പേയി വുഡ് ബി ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ക്യാഷ്. അപ്പൊ അക്കൗണ്ട് പേയി ചെക്ക് അല്ല എന്നുണ്ടെങ്കിൽ, ക്രോസ്ഡ് ചെക്ക് ആണ് എന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് കൺസിഡർ ചെയ്യും? ക്യാഷ് റെസിപ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും എന്നാ പറഞ്ഞത്. അപ്പൊ ഈ ഒരു ഒറ്റ നോട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ അത് അല്ലെ. ഈ ഒരു നോട്ട് ബേസ് ചെയ്തിട്ടാണ് ആ ഒരു MCQ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആൾറെഡി 8 ഉണ്ട്, ഇപ്പൊ ഒരു 10 കൂടെ വന്നിട്ടുണ്ട്. ക്യാഷ് ആയിട്ട് കൂട്ടണം. അപ്പൊ 10ഉം 8ഉം കൂടെ എത്രയായി അല്ലെ? 10ഉം ആദ്യമുള്ള അപ്പോൾ 8 ഉണ്ട്, ഇപ്പൊ 10ഉം കൂടെ വന്നു, മൊത്തം 18 ആയി. നമുക്ക് ആകെ പറ്റുന്നത് 14 ആണ്. 14ന്റെ മുകളിൽ പോയി 18 ആയി. അപ്പൊ ഇനി പറ്റുമോ? ഇല്ല. ഇനി ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ ഓക്കെയാണ്. നമുക്ക് 44 AD എടുക്കാൻ പറ്റൂല. കാരണം ടോട്ടൽ ടേൺ ഓവറിന്റെ 5% കൂടുതൽ നമ്മുടെ ക്യാഷ് റെസിപ്റ്റ് വന്നു. കാരണം ക്രോസ്ഡ് ചെക്ക് ക്യാഷ് റെസിപ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇനി ഓപ്ഷൻ എടുക്കുകയാണ്. ഫസ്റ്റ് എന്താ? നോ സിൻസ് ടേൺ ഓവർ ഓഫ് മിസ്റ്റർ നവീൻ എക്സീഡ് ദ ത്രെഷോൾഡ് ലിമിറ്റ് ഓഫ് 2 crore. എടുക്കാൻ പറ്റൂല. കാരണം എന്താണ്? 2 കോടിക്ക് മേലെ പോയിട്ടുണ്ട്. അതൊന്ന് ഹോൾഡ് ചെയ്തേക്കുക. ഈ ഒരു ഭാഗം ഒന്ന് ഹോൾഡ് ചെയ്തേക്കുക. ബി എന്താ? നോ സിൻസ് അഗ്രിഗേറ്റ് ക്യാഷ് റെസിപ്റ്റ് ഡ്യൂറിംഗ് ദ ഇയർ എക്സീഡ് 5% ഓഫ് ടേൺ ഓവർ. എന്താ പറഞ്ഞ? നോ സിൻസ് അഗ്രിഗേറ്റ് ക്യാഷ് റെസിപ്റ്റ് ഡ്യൂറിംഗ് ദ ഇയർ എക്സീഡ് 5% ഓഫ് ടേൺ ഓവർ. അതും കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. 3 എന്താ? നോ ആസ് ക്യാഷ് പേയ്മെന്റ് ഡ്യൂറിംഗ് ദ ഇയർ എക്സീഡ് 5% ഓഫ് അഗ്രിഗേറ്റ് പേയ്മെന്റ്. ക്യാഷ് പേയ്മെന്റിന്റെ കാര്യം ഇവിടെ പറയുന്നില്ല, 44 AD പറയുന്നില്ല. അപ്പൊ അത് എടുക്കണോ? വേണ്ട, അത് എടുക്കണ്ട. അപ്പോൾ ഇത് കറക്റ്റ് അല്ലേ? ഇത് കറക്റ്റ് ആണ്. ബി കറക്റ്റ് ആണ്. ഇനി ഓപ്ഷൻ ഡി എന്താ?
നോ ഡ്യൂ ടു ബോത്ത് എ ആൻഡ് ബി. രണ്ടും കൂടെ ആവുമ്പോഴല്ലേ കറക്റ്റ് ആവുള്ളൂ. ഒന്നാമത്തെ എന്താ, പറ്റൂല. എന്തുകൊണ്ടാണ്? ത്രഷോൾഡ് ലിമിറ്റ് 2 കോടിക്ക് മേലെ പോയി അല്ലെ, 2 കോടിക്ക് മേലെ പോയി. 2 കോടിക്ക് മേലെ പോയി എടുക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ പറ്റുന്നത് എന്താ, 3 കോടിക്കുള്ളിലാണെങ്കിൽ 5% ഓഫ് ടേൺ ഓവറിനുള്ളിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇത് രണ്ടുമല്ലേ കറക്റ്റ് അല്ലെ? ഏറ്റവും അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് പറയുന്നത് നോ ഡ്യൂ ടു ബോത്ത് എ ആൻഡ് ബി എന്നല്ലേ. കാരണം 2 കോടിക്ക് താഴെയാണെങ്കിൽ 5% നോക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് എടുക്കുമ്പോൾ ക്ലിയർ ആയിട്ട് നോക്കണം. ഇത് രണ്ടും നെക്കാളും ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുന്നതിനേക്കാളും ഏത് ഓപ്ഷനാണ് കറക്റ്റ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സോ പ്രൊവിഷൻ അറിഞ്ഞാൽ ക്ലിയർ ആയാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെ തന്നെയാണോ ഐഡന്റിഫൈ ചെയ്ത്, നിങ്ങൾ ഓപ്ഷൻ ഡി തന്നെയാണോ ആൻസർ ചെയ്തത് എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തുക. സോ നെക്സ്റ്റ് വൺ ക്വസ്റ്റൻ നമ്പർ 3 ആണ്. ക്വസ്റ്റൻ നമ്പർ 3 എന്ന് പറയുന്നത് 44AB റിലേറ്റഡ് ഉള്ള ക്വസ്റ്റൻ ആണ്. 44ABയിൽ നമുക്ക് 3 കാര്യങ്ങളാണ് നമ്മൾ സാധാരണ 44ABയിൽ നോക്കുക. എങ്ങനെയാണ് ഓഡിറ്റിന്റെ കാര്യം എന്നുള്ളത്. 1 crore അല്ലേ, നമ്മൾ 1 crore ലിമിറ്റ് നോക്കും. പിന്നെ 2 കോടി അല്ലെങ്കിൽ പ്രിസംറ്റീവിന്റെ നോക്കും. പിന്നെ 10 കോടി നോക്കും അല്ലേ. ഇവിടെ 1 crore ആപ്ലിക്കബിൾ അല്ല, കാരണം 2 കോടി. അപ്പോൾ ആ കേസിൽ ഓഡിറ്റ്. അപ്പോൾ 1 crore നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, കാരണം ഈ 2.8 crores ഉണ്ട്. കറക്റ്റ് അല്ലേ? ഓക്കെ, 2 crores ലിമിറ്റ് നമ്മൾ നോക്കാം. പക്ഷേ പ്രിസംറ്റീവ് ബേസിസ് ആണെങ്കിൽ മാത്രമേ അവിടെ നമ്മൾ എടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അത് നമ്മൾ നോക്കണ്ട. ഇനി നമുക്ക് 10 കോടിയുടെ ഓഡിറ്റ് ആപ്ലിക്കബിൾ ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. സോ ഇവിടെ നമ്മൾ നോക്കേണ്ട പ്രൊവിഷൻ 44AB ആണ് അല്ലേ. ഓക്കെ, സെക്ഷൻ 44ABയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അപ്പോൾ ഈ ഒരു പ്രൊവിഷൻ 10 കോടിയുടെ പ്രൊവിഷനാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യേണ്ടത്. ഇതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് എന്താണ്? റെസിപ്റ്റും പേയ്മെന്റും ബേസ് ചെയ്തിട്ടാണ്. ടോട്ടൽ റെസിപ്റ്റിന്റെ 5% എന്ത് കൂടാൻ പാടില്ല? ഈ വർഷത്തെ റെസിപ്റ്റ് കൂടാൻ, ക്യാഷ് റെസിപ്റ്റ് കൂടാൻ പാടില്ല. അതുപോലെ ടോട്ടൽ പേയ്മെന്റിന്റെ 5% ഇത്തവണത്തെ പേയ്മെന്റ് കൂടാൻ പാടില്ല. അവിടെ പിന്നെ നേരത്തെ പറഞ്ഞ അതേ കാര്യം ഇവിടെയും പറയുന്നുണ്ട്. എന്താണത്? അക്കൗണ്ട് പേ ചെക്ക് അല്ല എന്നുണ്ടെങ്കിൽ അത് ക്യാഷ് ആയിട്ട് കൺസിഡർ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 3 പോയിന്റാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ടോട്ടൽ റെസിപ്റ്റും ടോട്ടൽ പേയ്മെന്റും ആണ് കൺസിഡർ ചെയ്യുക, അല്ലാതെ ടേൺ ഓവർ അല്ല. ക്ലിയർ ആണോ? ടോട്ടൽ റെസിപ്റ്റും ടോട്ടൽ പേയ്മെന്റും ആണ് കൺസിഡർ ചെയ്യുക, ടേൺ ഓവർ അല്ല. അപ്പൊ ഇവിടെയുള്ള ഓപ്ഷൻസ് എന്താ? ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഇതിൽ പറയുന്ന ഓപ്ഷൻസ് എന്താണ്? ഒന്നാമത് എന്താണ്? നോ സിൻസ് ടേൺ ഓവർ ഓഫ് മിസ്റ്റർ നവീൻ ഡസ് നോട്ട് എക്സീഡ് ദ ത്രെഷോൾഡ് ലിമിറ്റ് ഓഫ് 10 crore എന്നാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. 10 കോടി ഇല്ലെങ്കിൽ ഓഡിറ്റ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത് തെറ്റാണ്. ഓപ്ഷൻ എ തെറ്റാണ്. ഓപ്ഷൻ ബി എന്താ? യെസ്, ഓഡിറ്റ് വേണം സിൻസ് എമൗണ്ട് റിസീവ്ഡ് ഇൻ ക്യാഷ് ഡ്യൂറിംഗ് ദ ഇയർ എക്സീഡ് 5% ഓഫ് ടേൺ ഓവർ എന്നവിടെ അവർ ഉപയോഗിച്ച. ടേൺ ഓവർ പറ്റുമോ? ടേൺ ഓവർ നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല, ടേൺ ഓവർ അല്ല. ടേൺ ഓവർ അല്ല നമ്മൾ നോക്കേണ്ടത്. ഇവിടെ ടോട്ടൽ റെസിപ്റ്റാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ ഓപ്ഷൻസ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആണോ ഓപ്ഷൻ? ഓക്കെ, അത് കൺഫ്യൂഷൻ ആക്കാനുള്ളതാണ്. ടോട്ടൽ റെസിപ്റ്റ് ആണ് നോക്കുക, ടേൺ ഓവർ അല്ല. ഇനി 3, യെസ് സിൻസ് ക്യാഷ് പേയ്മെന്റ് ഡ്യൂറിംഗ് ദ ഇയർ എക്സീഡ് 5% ഓഫ് അഗ്രിഗേറ്റ് പേയ്മെന്റ്. നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ അല്ലേ. ക്യാഷ് പേയ്മെന്റ് എന്നാണ് പറഞ്ഞത്, അഗ്രിഗേറ്റ് പേയ്മെന്റ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ വേർഡിങ്സിന് കുഴപ്പമൊന്നുമില്ല. 5%. അപ്പം അത് ഉണ്ടോ നോക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ടോട്ടൽ പേയ്മെന്റ് എടുക്കാം. ഇവിടെ ടോട്ടൽ പേയ്മെന്റ് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 1.6 crore അല്ലേ. ഇതല്ലേ ടോട്ടൽ പേയ്മെന്റ്. ക്യാഷ് പേയ്മെന്റ് എത്രയാ? 9 ലക്ഷം. പിന്നെന്തുണ്ടടാ? ക്യാഷ് പേയ്മെന്റ് എത്രയുണ്ട്? ക്യാഷ് പേയ്മെന്റ് ഔട്ട് ഓഫ് ടോട്ടൽ പേയ്മെന്റ്. ഇത് ക്വസ്റ്റ്യൻ നമ്പർ 3 അല്ലേ. 3ക്കും നമ്മളോട് MCQ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിന്റെ തൊട്ട് മുന്നിലുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് MCQ 3ക്ക് നിങ്ങൾ ഇത് കൺസിഡർ ചെയ്യണം. എന്താ കൺസിഡർ ചെയ്യാൻ പറഞ്ഞ? ഇവിടെ ഒരു 10 ലക്ഷം ക്രോസ്ഡ് ചെക്ക് ആയിട്ട് നവീൻ ഹാസ് അഡീഷൻ, അത് റിസീവ്ഡ്. അപ്പോൾ പ്രശ്നമില്ല. ഇവിടെ പറഞ്ഞത് എന്താണ്? റിസീവ്ഡ് ആണ്. അപ്പോൾ ഇവിടെ റിസീവ്ഡ് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് പേയ്മെന്റ് എടുത്താൽ മതി. അപ്പോൾ ആകെ നോക്കേണ്ട എത്ര? 1.6 crore. 1.6 crore 5% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ലക്ഷം. 1.6 crore 5% എന്ന് പറഞ്ഞാൽ 8 ലക്ഷം. നമ്മൾ എത്ര പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്? 9 ലക്ഷം. വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതിൽ കൂടി അല്ലേ. 9 ലക്ഷം എന്ന് പറഞ്ഞാൽ 8 ലക്ഷത്തിൽ കൂടുതലാണ്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് കറക്റ്റ് വൺ. ഓപ്ഷൻ ഡി വരുമോ? ഇല്ല. കാരണം എന്താ? ഡസ് നോട്ട് എക്സീഡ് എന്നാ പറഞ്ഞത്, തെറ്റാ. അപ്പൊ ഏതാണ് കറക്റ്റ് വൺ ഇവിടെ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് വൺ. ക്ലിയർ ആണോടാ? ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 3. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4 നമുക്ക് പ്രൊവിഷൻസ് അറിയാമെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4ഉം 5ഉം വലിയൊരു ഡിഫിക്കൽട്ടി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ക്വസ്റ്റ്യൻ നമ്പർ 4ഉം 5ഉം. ബാക്കി ആദ്യം പറഞ്ഞ 3 ക്വസ്റ്റ്യൻസും നമ്മൾ അത്യാവശ്യം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 4 എന്താ? വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് PGBP ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രകാരം? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രകാരം എന്നുള്ളത് എന്താ മീൻ ചെയ്യുന്നത്? 44AD അല്ലെങ്കിൽ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? അവിടെ നമുക്ക് പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ അറിയണം. സോ അത് നമുക്ക് ചെയ്ത് നോക്കിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. സോ ഇവിടെ പറയുന്ന പ്രോഫിറ്റ് എത്രയാണ്? 10,50,000 ആണ്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് 10,50,000.
ഓക്കെ, ഇനി അഡീഷണൽ ഇൻഫർമേഷൻസ് ഉണ്ട്. ഒന്ന്, സാലറി ഇൻക്ലൂഡ് വേജസ് 15,000 പെർ മന്ത് ഈച്ച് പെയ്ഡ് ടു വൺ സെക്യൂരിറ്റി ഗാർഡ്, ടു ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ഇൻ ക്യാഷ്. ക്യാഷ് ആയിട്ട് 10,000 മുകളിൽ പേയ്മെന്റ് കൊടുത്തു അല്ലേ. സെക്ഷൻ 40A3, ഏതാണ് സെക്ഷൻ 40A3, കറക്റ്റ് അല്ലേ? ഓക്കെ, സെക്ഷൻ 40A3 അങ്ങനെയാ പറയുന്നത്. സെക്ഷൻ 40A3 കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ കൊടുത്തിട്ടുണ്ട് മന്ത്ലി അവർ പേയ്മെന്റ് കൊടുക്കുന്നത് 15,000 വെച്ചിട്ട് ഒരു സെക്യൂരിറ്റി ഗാർഡിന് 2 ഹൗസ്, അപ്പോൾ 3 പേർക്ക് അല്ലേ. അപ്പോൾ അത് ആഡ് ബാക്ക് ചെയ്യണം എന്നാണ് അല്ലേ. അങ്ങനെ ആകുമ്പോൾ ആ എക്സ്പെൻസ് അലോ ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്ര വരും? 15,000 × 3, 45,000 രൂപ ഒരു മാസം, അങ്ങനെ 12 മാസം. സോ എത്ര ആഡ് ചെയ്യണം? 5,40,000. കറക്റ്റ് അല്ലേ? 5,40,000. ക്ലിയർ ആണോ? എങ്ങനെയാണ് 15,000 വെച്ചിട്ട് അപ്പോൾ 10,000 മേലെയുള്ള ക്യാഷ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 3 പേരുണ്ട്, ഒരു സെക്യൂരിറ്റി ഗാർഡും പിന്നെ 2 സ്റ്റാഫും ഉണ്ട്. അപ്പോൾ 3 പേരുണ്ട്. അപ്പോൾ ഇൻറ്റു 3, അത് ഒരു മാസത്തിനാണ്. അത് 12 മാസത്തിനാകുമ്പോൾ 5,40,000. അതാണ് ആദ്യം നമുക്ക് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. ഇനിയുള്ളത് അതർ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് ഇൻക്ലൂഡ് 70,000 പെയ്ഡ് ഇൻ ക്യാഷ്, പേയ്മെന്റ് ഇൻ എ ഡേ ഇസ് ലെസ് ദാൻ 8,000 അല്ലേ. 40A3 ബേസ് ചെയ്തിട്ട് ഈ 2 പോയിന്റും ഇവിടെ പറയുന്നത് എന്താ? 40A3 ഒരു ദിവസം ഒരു എക്സ്പെൻഡിച്ചറിന് 10,000 കൂടുതൽ പേയ്മെന്റ് ക്യാഷ് ആയിട്ട് കൊടുത്താൽ, അതർവൈസ് ദാൻ അക്കൗണ്ട് പേ ചെക്ക് കൊടുത്താൽ അത് ആഡ് ബാക്ക് ചെയ്യുന്ന. പക്ഷെ ഇവിടെ ഒരു ദിവസം 8,000 ഉള്ളൂ. അപ്പോൾ അവിടെ ആപ്ലിക്കബിൾ ആവോ? ഇല്ല. ഈ പ്രൊവിഷൻ പ്രശ്നമില്ല. ഇത് 40A3 പ്രശ്നമില്ല. അപ്പോൾ ഇത് കൺസിഡർ ചെയ്തു. ദെൻ interest charges include interest payable on loan to Kamal of 70,000 on which TDS has not been deducted. ഇൻട്രസ്റ്റിന്റെ TDS വരുന്ന സെക്ഷനാണ്. ഇവിടെ TDS പിടിച്ചിട്ടില്ല. TDS പിടിച്ചിട്ടില്ലെങ്കിൽ 30% ഡിസലോ ചെയ്യുന്ന അല്ലേ. അപ്പോൾ 30,000 ഡിസലോ ചെയ്യുക. അപ്പോൾ 30%, സോറി, 70,000 ഇൻറ്റു 30% എത്രയാണ്? 21,000. ഈ മൂന്നും കൂടെ കൂട്ടുക. 10,50,000 പ്ലസ് 5,40,000 പ്ലസ് 21,000, 16,11,000. എത്രയാണ്? 16,11,000. ഈ ഒരു ഓപ്ഷൻ വരുന്നത് അതിലുണ്ടെങ്കിൽ അതായിരിക്കണം കറക്റ്റ്. കാരണം വേറെ ഒന്നും ഇതിൽ പറയുന്നില്ലല്ലോ. ഇല്ല, ഈ താഴോട്ടൊന്നുമില്ല. സോ ക്വസ്റ്റ്യൻ നമ്പർ 4. സോ 16,11,000, ഓപ്ഷൻ ബി. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 16,11,000. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 4. സോ ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 5 കുറച്ച് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് PGBP ചാർജബിൾ ടാക്സ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് മിസ്റ്റർ നവീൻ ഇഫ് ഹി ഡസ് നോട്ട് വാണ്ട് ടു ഗെറ്റ്സ് എന്നാണ് അല്ലേ. എൻ്റെ അർത്ഥം എന്താ? 44AD ആപ്ലിക്കബിൾ ആണെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് അല്ലേ. 44AD ആണെങ്കിൽ അപ്പോൾ ഇവിടെ നമുക്ക് അറിയാവുന്ന പ്രൊവിഷൻ ആണ്. എന്താണ്? ക്യാഷ് ആണെങ്കിൽ 6%, അക്കൗണ്ട് പേ ആണെങ്കിൽ 8%, കിട്ടാത്തതാണെന്നുണ്ടെങ്കിൽ അല്ലേ, കിട്ടാത്തതാണെങ്കിൽ അതും എത്രയാണ്? 6%. കാരണം അക്കൗണ്ട് പേ ആയിട്ട് മാർച്ചിന് മുമ്പ് കിട്ടിയിരിക്കണം, എന്നാലേ നമുക്ക് എന്തെടുക്കാൻ പറ്റുള്ളൂ? സോറി, 8%, 6% എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഏതാണ്? 8% ആണ്. സോ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് നോക്കിയെടുത്താൽ ഇപ്പോൾ മൊത്തം എത്രയാണ് ഇവിടെ? ടേൺ ഓവർ 2.8 crore ആണ് അല്ലേ. ടോട്ടൽ ടേൺ ഓവർ 2.8 crore ആണ്. 2,80,00,000 ഇതാണ് ടോട്ടൽ. അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യാണ് നമ്മൾ. അതിന് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എമൗണ്ട് റിസീവ്ഡ് ഇൻ ക്യാഷ് 8 lakhs. ഇതിന് ഡൗട്ട് ഒന്നുമില്ല, 8 lakhs ആണ്. ദെൻ എമൗണ്ട് റിസീവ്ഡ് അക്കൗണ്ട് പേ ചെക്ക് പറഞ്ഞിട്ടുണ്ട് 2.5 crore. 2.5 crore. സോ ബാക്കി എത്രയുണ്ട്? മൊത്തം 2.8 ആണ്. 2.8 അതിൽ നിന്ന് 2.5 കുറച്ചാൽ 0.3 ആണുള്ളത്. ബാക്കി 0.3 മൈനസ് 0.08 കൂടെ പോയാൽ 0.22, അതായത് ബാക്കിയുള്ളത്. അപ്പോൾ ഇത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. 2 ആക്കിയാൽ മതി, 3 ആക്കേണ്ട ആവശ്യമില്ലല്ലോ. ആകെ 2.5 ഉള്ളൂ. 2.8 crore ആണുള്ളത്. 2,80,00,000 ആണുള്ളത്. അതിൽ അക്കൗണ്ട് പേ വന്നത് 2.5 ആണ്. അത് മാത്രം നോക്കിയാൽ മതിയല്ലോ. ബാക്കി എന്ന് പറയുന്നത് 30 ലക്ഷമാണ്. ഈ 2.5 crore 6% ആണ്, ബാക്കിക്ക് 8% ആണ്. കറക്റ്റ് അല്ലേ? സോ 2. into 6%, then 30 lakhs into 8%. രണ്ടും കൂടെ 17,40,000. രണ്ടും കൂടെ ആഡ് ചെയ്താൽ 17,40,000 വരും. 2.5 crore 6%, ബാക്കിയുള്ള 30 ലക്ഷത്തിന് 8%. കാരണം ക്യാഷ് ആണെങ്കിലും
കിട്ടാത്തതാണെങ്കിലും സെയിം ആണ് 8%. സോ 17,40,000 ആണ് വരേണ്ടത്. അപ്പോൾ ഓപ്ഷൻ ഉണ്ടാവും നമുക്ക്, ഓപ്ഷൻ എ 17,40,000. സോ ഇതാണ് നമ്മുടെ കേസ് സിനാരിയോ 1ന്റെ ആൻസർ ചെയ്യുന്ന രീതി. സോ വട്ട് ഐ സജസ്റ്റ്, നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ചെയ്ത് നോക്കണം. എന്നിട്ട് ഇങ്ങനെ തന്നെയാണോ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് നോക്കണം. അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്, എസ്പെഷ്യലി ആദ്യത്തെ 3 ക്വസ്റ്റ്യൻസ്. ഓക്കെ.